സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഇപ്പോൾ സംവിധായകൻ കൂടിയായ അഖിൽ മാരാർ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. കരുതിയിരിക്കുന്നത് നല്ലതാ. അറിഞ്ഞിടത്തോളം അവൻ ചില്ലറക്കാരനാണെന്ന് തോന്നില്ല. ഈ സംരക്ഷണവും ഈ നിയമവും ഒക്കെ ഒരു വലിയ വരുന്ന ഒരു പുരുഷന് എതിരെയുള്ള ഒരു ആക്രമണത്തിന്റെ പിന്നില് എന്തോ ഉപയോഗിക്കപ്പെടുന്ന ഒന്നായി മാറുന്നുണ്ടോ എന്നൊരു സംശയവും ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. കാരണം രണ്ടുപേരും മനുഷ്യരല്ലേ, ആണായാലും പെണ്ണായാലും മനുഷ്യരല്ലേ. അപ്പം ഈ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ എല്ലാം പുരുഷന്റെ നെഞ്ചത്തേക്ക് മാത്രം കൊണ്ട് കയറ്റുകയും സ്ത്രീ അങ്ങ് പരിശുദ്ധിയായി മാറുന്ന ഒരു കാഴ്ചപ്പാട് ആക്രമണങ്ങളൊക്കെ നടത്തുന്നത് പുരുഷന്മാരായതുകൊണ്ടാണല്ലോ ശ്രീ അഖിൽ മാരാർ അവർ പ്രതിസ്ഥാനത്ത് വരുന്നത്. ആക്രമണങ്ങൾ ചെയ്യുന്നതെല്ലാം പുരുഷന്മാരാണെന്ന് പരാതിപ്പെടാത്തിടത്തോളം കാലമാണ്. ഒരു പുരുഷൻ വന്ന് പരാതിപ്പെടുമ്പോ അറിയാം സ്ത്രീ ആക്രമിക്കുന്നുണ്ടോ. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇപ്പം നമ്മളെ മുന്നിലേക്ക് പുറത്തു വരുന്നത് മുഴുവൻ ഒരു 15 വർഷങ്ങൾക്ക് മുൻപോ അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പോ പലരും പറഞ്ഞിട്ടുള്ള പല പരാതികളുമാണ്. അതുകൊണ്ട് 15 വർഷം മുമ്പുള്ള കഥയിലെ ഇനി ചർച്ച ചെയ്യേണ്ട എന്ന് പറയാൻ കഴിയുമോ? ഞാൻ അങ്ങോട്ട് 1-2 പേരെ മാധ്യമ പ്രവർത്തന്റെ തലപ്പത്തിരിക്കുന്ന ഒരുപാട് പേരുടെ പേര് പറഞ്ഞാൽ നിങ്ങൾ അവരെ മാറ്റി നിർത്തുവോ? ഇളയപ്പറ്റൊരു കാര്യം വിറ്റാണ്, അവള് ഭയങ്കര വിറ്റാണ്. ഇതൊന്നുമല്ല, ഇനിയിപ്പോ കണ്ടോ നിങ്ങൾ ഇവിടെ താമസിക്കുമ്പോ ചിരിച്ചിരിച്ച് ചാവും. സ്ത്രീ പീഡനത്തിൽ പരാതിയായിട്ടുള്ള, മീറ്റു ആരോപണത്തിൽ വിധേയരായിട്ടുള്ള പല മാധ്യമങ്ങളിലും ഇന്നും തലപ്പത്തിരിക്കുന്ന നിരവധി മാധ്യമ മേലാളന്മാരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ മാറ്റി നിർത്തുവോ? ഉത്തരം പറ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാനൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ ആ ചാനലിലെ മറ്റൊരാൾക്കെതിരെ ഒരു പരാതി ഉന്നയിക്കുകയും അവരെ ആ ചാനലിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ട് എത്ര പേര് ചാനൽ ചർച്ച നടത്തി? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, കേരളത്തിലെ ആമ്പിളരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. സംഗതി 6 പാക്കും കൂർത്ത മുടിയൊന്നും ഉണ്ടാവില്ല, പക്ഷെ കളിക്കാൻ നിന്നാലേ ഇതുപോലത്തെ മുട്ടം പണി കിട്ടും. ഇപ്പൊ നമ്മൾ ആകെ കണ്ടിട്ടുള്ളത് മലയാള സിനിമയിൽ നടൻ ദിലീപിനെതിരെ ഒരു പ്രശ്നം വരുന്നു. ആ പ്രശ്നത്തിൽ മാത്രമാണ് നിയമപരമായിട്ടുള്ള ഒരു കാര്യത്തിന് മുന്നോട്ട് പോയിട്ടുള്ളത്. ബാക്കിയെല്ലാം ഇങ്ങനെ ഏറിൽ നിൽക്കുകയാണ്. ഈ ഏറിൽ നിൽക്കുന്ന കാര്യം വെച്ചിട്ട് ഒരാൾ അയാളുടെ ജീവിതം അവസാനിപ്പിച്ച് വീട്ടിൽ കുത്തിയിരുന്ന് കഥ അടച്ചിട്ട് പുറത്തിറങ്ങണ്ട എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സിനിമയിൽ പോകുന്ന പെൺകുട്ടികൾ മോശമാണെന്നല്ല, സിനിമാ മേഖലയിലുള്ള ഭൂരിഭാഗം പുരുഷന്മാരും മോശമാണ് എന്നുള്ളതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത്. ഭൂരിഭാഗം പുരുഷന്മാരും മോശമാണെന്ന് പറഞ്ഞാൽ സിനിമാ മേഖലയിൽ ഇപ്പൊ ഈ ഇത്രയും മോശക്കാരായിട്ടുള്ള ആണുങ്ങളുടെ കൂടെ എങ്ങനെയാണ് ഇന്നും മലയാള സിനിമയിൽ 10,000-ഓളം ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ് മലയാള സിനിമ. അങ്ങനെ പറയരുത്, എല്ലാവരും അങ്ങനെ കാണരുത്. എല്ലാവരും അത്രക്കാരല്ല. ഈ സർപ്പത്തിൽ തന്നെയല്ലേ വിഷമുള്ളതും വിഷമില്ലാത്തതൊക്കെ. ഇത്രയും പേര് വർക്ക് ചെയ്യുന്ന ഒരു മേഖലയിൽ എത്ര പേര് ശതമാനക്കണക്കിൽ എടുക്കും? അതാ ഞാൻ പറഞ്ഞത്. എത്രയോ മാധ്യമ പ്രവർത്തകർ പീഡന കേസിൽ പുറത്തു വന്നേക്കുന്നു. അതുകൊണ്ട് ഞാനങ്ങ് പറയുകയാണ്, ഈ മാധ്യമ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന പെൺകുട്ടികളെല്ലാം സഹിച്ചും കഷ്ടപ്പെട്ടും കിടന്നു കൊടുത്തിട്ടുവാണെന്ന് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് വായി തോന്നുന്ന വിളിച്ചു പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും? ഇത് അപ്പൊ നിങ്ങളുടെ ഒപ്പം പ്രവർത്തിക്കുന്ന പുരുഷന്മാർക്ക് എങ്ങനെ ഫീൽ ചെയ്യും? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. എത്രയോ കേസുകൾ മാധ്യമപ്രവർത്തകർക്കെതിരെ വന്നേക്കുന്നു, എത്രയോ കേസുകൾ രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ വന്നേക്കുന്നു, എത്രയോ കേസുകൾ വ്യവസായികൾക്കെതിരെ വന്നേക്കുന്നു. അതാണ് താങ്കളുടെ നിലപാട്. വ്യക്തമാണ്. വളരെ നന്ദി അഖിൽ മാരാർ ഞങ്ങളോടൊപ്പം ചേർന്നത്. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.